ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, നിങ്ങളെല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഇവിടെ ഒരു 6% നിങ്ങൾ 2% മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ അതിട്ടും ചെയ്ത് നോക്കുക. 6% ഇടുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടുന്നില്ല എന്ന് കുറച്ചൊരു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 6% 2% ചെയ്യുന്നത്. നോക്കാം, 6% ഇട്ടാൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ്. 2% ആയിട്ട് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നോക്കുക. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ആൻസർ എന്നുള്ള കാര്യം. ഈ ആൻസർ സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അലിഗേഷൻ ആയതുകൊണ്ട് അലിഗേഷൻ മെത്തേഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തൊക്കെ ആൻസർ വരാം. ഇവിടെ നമുക്ക് റേഷ്യോയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കുക, സാധാരണ ഇതിൽ ഇവിടെ ഇപ്പം 2 ഡിഫറെൻറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എങ്കിലും എക്സാമിന് ചിലപ്പോൾ ഈ 4% ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നും 2% ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ റേഷ്യോ എഴുതുന്ന എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അതും കൂടി ഞാൻ കൂട്ടത്തിലങ്ങ് പറയുകയാണ്, കാരണം എക്സാമിന് ചോദിച്ചാൽ അത് നമ്മൾ അറിയണമല്ലോ. കൂടാതെ ഇതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാൽ അത് 2 മെത്തേഡിൽ അതിന്റെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ റേറ്റ് വെച്ച് കണ്ടുപിടിക്കുക. റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. രണ്ടാമതൊരു മെത്തേഡ് കൂടിയുണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഈ പറയുന്ന അലിഗേഷൻ വെച്ച് ചെയ്യാം. റേറ്റ് വെച്ചാൽ അലിഗേഷൻ ചെയ്യാം, ഇൻട്രസ്റ്റ് വെച്ചാൽ അലിഗേഷൻ ചെയ്യാം. ഈ 2 മെത്തേഡ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആദ്യം റേറ്റ് വെച്ച് ചെയ്യുന്ന മെത്തേഡ് നോക്കാം. കാരണം എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് റേറ്റ് വെച്ചാണ്. കാരണം എന്താ, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 2% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, പിന്നെ ഒരു 4% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു മീൻ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു മീൻ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് മീനായിട്ടൊന്നും തരുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് ഇക്വേഷൻ അറിയാം, PNR/100. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. എങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളത് അതല്ലേ ടോട്ടൽ. ഈ ടോട്ടൽ എത്രയായിരുന്നു, ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയാൻ നമുക്കറിയാം 10,000 rupees ആണെന്നുള്ള കാര്യം. ടോട്ടൽ എമൗണ്ട് എത്രയാ, 10,000 rupees. അതുപോലെ തന്നെ ടോട്ടൽ ടൈം N എന്ന് പറയാൻ നമുക്കറിയാം 5 years ആണെന്ന്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, ടോട്ടൽ ഇൻട്രസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്, 1,500. ഈ 2 രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയത്, 1,500 rupees ആണ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇത് രണ്ടും കൂടി ചേർന്ന് ഈ ഓവറോൾ അവർക്ക് കിട്ടിയ റേറ്റ്, ഇത് രണ്ടിനും കൂടി ചേർന്ന് ഓവറോൾ കിട്ടിയ റേറ്റ് എത്രയാണ് നോക്കാം. ഓവറോൾ കിട്ടിയ റേറ്റ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താ, നമുക്ക് ഇതിനകത്ത് 100I/PN, 100 into ഇൻട്രസ്റ്റ് 1500 by PN 10,000 into N 5. സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. സോൾവ് ചെയ്ത് നോക്കാം എത്ര കിട്ടും. ഇവിടെ 2 0 ഉണ്ട്, 2 0 ക്യാൻസൽ ചെയ്യും, വീണ്ടും 2 0 ക്യാൻസൽ ചെയ്യും. 15/5 നമുക്ക് ആൻസർ എത്ര കിട്ടും, 3 എന്ന് കിട്ടും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഇവിടെ 3 കിട്ടുള്ളൂ, ഉറപ്പായിട്ടും 3 എന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പൊ റേറ്റ് നമുക്ക് കിട്ടി. ഇത് ഏത് റേറ്റാ, ഈ 2%ഉം 4% എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ടോട്ടൽ വാല്യൂവിന്റെ റേറ്റാ. അത് തന്നെ നമുക്ക് വേണ്ടത്. ഈ 2 വാല്യൂയും കൂടി ചേർന്നതും ഇത് രണ്ടിനും കൂടി ഇടയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. അതിപ്പോൾ എത്രയാണ് കിട്ടിയേക്കുന്നത്, 3%. ഇവിടെ റേറ്റ് നമുക്ക് എത്രയാണ് 2%. ഇവിടെ റേറ്റ് എത്രയായിരുന്നു, 4%. രണ്ടും കൂടി ചേർന്നിട്ടുള്ള റേറ്റ് എത്രയാണ്, 3%. എങ്കിൽ നമുക്ക് അലിഗേഷൻ ചെയ്ത ആൻസർ ആയി. അലിഗേഷൻ ചെയ്ത് നോക്കാം. 4 - 3 1 കിട്ടി, 3 - 2 1 കിട്ടി. അതായത് ഇവർ ഏത് റേഷ്യോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതൊരു 1:1 റേഷ്യോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് എത്ര രൂപയാണോ ഈ പറയുന്ന 2% ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതേ എമൗണ്ട് തന്നെ എടുത്ത് എന്ത് ചെയ്യണം, 4% എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ മൊത്തം 10,000 രൂപയിൽ 5,000 രൂപ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, 2% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ള എത്ര, 5,000 രൂപ 4% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. 5,000 രൂപയുടെ 2% എത്രയാ, 1% എത്രയാ, 500 രൂപ. അല്ല, 10% 500, 1% 50 രൂപ. 1% 50, 2% എത്രയാ, 100 രൂപ. 2% 100 രൂപ. അങ്ങനെ എത്ര വർഷത്തേക്ക്, 5 വർഷത്തേക്ക്. അപ്പൊ എത്ര കിട്ടി, 500 രൂപ. ഇവിടെയോ 5,000 രൂപയുടെ 4%. നമുക്കറിയാം 1% എത്രയാണ്, 50 രൂപയാണെന്നറിയാം. എങ്കിൽ 4% 200 രൂപ. അങ്ങനെ 5 വർഷത്തേക്ക് എത്ര കിട്ടി, 200 × 5 1000 രൂപ. അങ്ങനെ ഈ രീതിയിൽ 4% അയാൾക്ക് 1000 രൂപ കിട്ടി, 2% അയാൾക്ക് 500 രൂപ കിട്ടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ടോട്ടൽ അയാൾക്ക് എത്ര കിട്ടുന്നത്, 1,500 രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇത് ഞാൻ സാധാ മെത്തേഡ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ് മനസ്സിലാകാൻ വേണ്ടി. ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഷോർട്ട് കട്ട് ചെയ്യുമ്പം അതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാണ് നമുക്ക് 1000 രൂപ എടുത്ത് കിട്ടും, 500 രൂപ വേറെ എടുത്ത് കിട്ടും. 1000 500 വെച്ചാണ് അല്ല എന്താ പറയുക ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. പക്ഷേ എമൗണ്ട് എടുക്കുന്നത്, പ്രിൻസിപ്പൽ എടുക്കുന്ന ഏത് റേഷ്യോ അല്ല,
1:1 റേഷ്യോയിലാണ് പ്രിൻസിപ്പൾ എടുക്കുന്നത്. അതായത് ഇവിടെ എത്ര പ്രിൻസിപ്പൾ എടുക്കുന്നു അത്രയും പ്രിൻസിപ്പൾ തന്നെ ഇവിടെ എടുക്കുന്നത്. അതിന്റെ റേഷ്യോ, അതിന്റെ റേറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വരുന്നത്. ഒരിടത്ത് 1000 രൂപ കിട്ടും, മറ്റിടത്ത് 500 കിട്ടും, രണ്ടും കൂടി ചേർന്നിട്ട് 1500 കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ റേറ്റ് വെച്ചല്ലേ ചെയ്തേ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് വെച്ചും ചെയ്യാം, ഇൻട്രസ്റ്റ് വെച്ചും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്കറിയാം. എത്രയായിരുന്നു, ഈ പറയുന്ന 2%, 4% കൂടി ചേർന്ന് ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് 1500 എന്നറിയാം. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, ടോട്ടൽ പ്രിൻസിപ്പൾ 10000 രൂപയാണ് എന്നുള്ള കാര്യം. എങ്കിൽ ഇത് ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? അതൊരു പുതിയ മെത്തേഡാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതായത് നമ്മൾ വിചാരിച്ചു ഈ മുഴുവൻ 10000 രൂപയും ഞാൻ 2%ലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചു. മുഴുവൻ 10000 രൂപയും ഞാൻ 2%ലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് അവിടെ എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് നോക്കുക. മുഴുവൻ 10000 രൂപയും 2%ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 10000ന്റെ 2% എത്രയാ? നമ്മൾ നേരത്തെ നോക്കിയ കണക്ക് തന്നെ 10000ന്റെ 1% വെച്ചാൽ 100, 2% വെച്ചാൽ 200. അങ്ങനെ 200 രൂപ കിട്ടി. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. എത്ര കിട്ടി? 200 × 5 1000 രൂപ. അപ്പോൾ ഇത് നിങ്ങൾ അല്ലെങ്കിൽ PNR/100 ഇക്വേഷൻ ചെയ്താലും മതി. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 1000 രൂപ കിട്ടി. ഇനി രണ്ടാമത്തെ എടുത്ത് നോക്കുന്നു. രണ്ടാമത്തെ എത്രയാ? 4% ഇൻട്രസ്റ്റ് റേറ്റില്. രണ്ടാമത്തെ കാര്യം 4% അല്ലേ. ഞാൻ അവിടെയും വിചാരിച്ചു, ശ്രദ്ധിക്കുക, നമ്മളെ കുറച്ച് ഡൗട്ട് വരും. അപ്പൊ നമ്മൾ വിചാരിക്കുക ഈ മൊത്തം 10000 രൂപയും ഞാൻ 4%ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ വെക്കുന്നു. ആദ്യം ഞാൻ എന്ത് വിചാരിച്ചു, മുഴുവൻ 10000 രൂപയും 2%ലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര കിട്ടി? ഇൻട്രസ്റ്റ് 1000 രൂപ കിട്ടി. ഇനി ഞാൻ വിചാരിച്ചു എന്റെ മുഴുവൻ തുകയും ഞാൻ 4%ലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന്. അവിടെ നമുക്ക് PNR/100 എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്തിട്ട് നമുക്ക് I കണ്ടുപിടിക്കാം. I എത്രയായിരുന്നു? 100n/Pn അല്ല 100I/Pn അല്ല PNR/100. I അല്ലേ കണ്ടുപിടിക്കുക, PNR/100. P എത്രയായിരുന്നു ഇവിടെ? 10000. N എത്രയായിരുന്നു? 5 വർഷം. R എത്രയായിരുന്നു? 4/100. അത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ എളുപ്പത്തിൽ മൈൻഡ് കാൽക്കുലേഷൻ എത്രയാ? 10000ന്റെ 4% എത്രയാ? 400 രൂപ. 400 × 5 എത്രയാ? 2000 രൂപ. അങ്ങനെ 2000 രൂപ നമുക്ക് എത്ര കിട്ടി? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഒരിടത്ത് നമുക്ക് എത്ര കിട്ടി? 10000 കിട്ടി, അല്ല 1000 രൂപ കിട്ടി. രണ്ടാമിടത്ത് നമുക്ക് എത്ര കിട്ടി? 2000 രൂപ കിട്ടി. ഇതായിരുന്നു നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ടിടത്തെയും ഇൻട്രസ്റ്റ്. ഇനി പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടി ചേർന്നിട്ട് ഓവറോൾ എത്ര ഇൻട്രസ്റ്റ് കിട്ടിയെന്ന്? 1500 രൂപ കിട്ടിയെന്ന്. എങ്കിൽ 1500 രൂപയാണ് രണ്ടും കൂടി ചേർന്നിട്ട് കോമൺ ആയിട്ട് കിട്ടുന്നതെങ്കിൽ, അതായത് ഓവറോൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ റേഷ്യോ നോക്കുന്നു. 2000 - 1500 എത്ര കിട്ടി? 500. 1500 - 1000 എത്ര കിട്ടി? 500. ഇവിടെയും നമുക്ക് റേഷ്യോ എന്ത് തന്നെ കിട്ടും? 1:1 തന്നെ കിട്ടും. അപ്പൊ ഈ രണ്ട് രീതി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സെയിം വാല്യൂ തന്നെ കിട്ടും. അതെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടി, അത് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ 10000ന്റെ കണക്കൂടെ പറഞ്ഞത്. ചില പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ അസ്യൂം ചെയ്യണം, മുഴുവൻ തുകയും ഇവിടെ ആയിരുന്നു, എന്നിട്ട് രണ്ടാമത് മുഴുവൻ തുകയും അവിടെയായിരുന്നു എന്നൊക്കെ വിചാരിച്ചും ചിന്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ കണ്ടാൽ അത് ഈ റേഷ്യോ വെച്ചിട്ട് അല്ലെങ്കിൽ റേറ്റ് വെച്ചിട്ടായാലും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വെച്ചിട്ടായാലും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇതായിരുന്നു: A sum of ₹118 was shared among 50 boys and girls. Each girl received ₹2.60 and each boy received ₹1.80. Find the number of girls. അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ മെത്തേഡ്, അതേ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്തായിരുന്നു? ഒരു മുഴുവൻ 118 രൂപ ഉണ്ടായിരുന്നു, ഒരു 118 റുപ്പീസ് ഉണ്ടായിരുന്നു മുഴുവനായിട്ട്. അവിടെ ക്ലാസ്സിൽ എത്ര കുട്ടി, ഇത് മൊത്തം തുകയാണ് ഈ പറയുന്നത്. ടോട്ടൽ കുട്ടികൾ എത്രയാണ്? ടോട്ടൽ ആൾക്കാർ 50 ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പറാണ് 30 പേര്. ഒരു ക്ലാസ്സിൽ മൊത്തം 50 പേരുണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൽ മൊത്തം എത്രയായിരുന്നു? 50 പേരുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു 118 രൂപ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ക്ലാസ്സിലുള്ള ഓരോ പെൺകുട്ടിക്കും ഞാൻ എത്ര രൂപ വെച്ച് കൊടുത്തു? ഒരു 2.60 രൂപയും ഓരോ ബോയ്സിന് ഞാൻ എത്ര രൂപ വെച്ച് കൊടുത്തു? 1.80 രൂപയും വെച്ച് കൊടുത്തു. ഓരോ ബോയ്ക്ക് 1.80 രൂപ വെച്ചും ഓരോ ഗേൾസിനും 2.60 രൂപ വെച്ചും കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന 50 പേർക്കും കൊടുത്തു തീർന്നപ്പോൾ, എത്രയോ ബോയ്സ് ഉണ്ട് എത്രയോ ഗേൾസ് ഉണ്ട്, അങ്ങനെ കൊടുത്തു തീർന്നപ്പോൾ കറക്റ്റ് 118 രൂപ തീർന്നു പോയി എങ്കിൽ അവിടെ എത്ര ബോയ്സ് ഉണ്ട് എത്ര ഗേൾസ് ഉണ്ട്? ഇവിടെ ഗേൾസ് മതി, എന്നാലും നമുക്ക് എത്ര ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതും രണ്ട് രീതി ചെയ്യാം. ഒന്നെന്തായിരുന്നു? പെർ വാല്യൂ. ഒരാൾക്ക് എത്ര രൂപ വെച്ച് കൊടുത്തു? ഇവിടെ ഒരു ഗേളിന് 2.60, ഇവിടെ ഒരു ബോയ്ക്ക് 1.80.
എങ്കിൽ അത് വെച്ച് ഓവറാൾ ഈ ബോയ്സിനും ഗേൾസിനും കൂടെ ചേർത്ത് ഓവറാൾ എത്ര കൊടുത്തു നോക്കാം. അതായത് എത്രയായിരുന്നു? മൊത്തം 118 രൂപ ഉണ്ടായിരുന്നു. അത് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്തു? 50 പേർക്ക് ഡിവൈഡ് ചെയ്തു. നമുക്ക് ആവറേജ് അല്ലേ വേണ്ടി, രണ്ടും കൂടി ചേർന്നിട്ട്. ഈ 118 എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ ചേർന്നിട്ടുള്ള മുഴുവൻ തുകയല്ലേ? ഈ 50 എന്ന് വെച്ചാൽ ബോയ്സും ഗേൾസും കൂടെ ചേർന്നിട്ടുള്ള മുഴുവൻ തുകയല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? മീൻ വാല്യൂ ആയിരിക്കും 118/15. എത്ര കിട്ടും? 2 ടൈംസ്, പിന്നെ ബാക്കി എത്ര കിട്ടും? 18. 3 ടൈംസ് 15, 8, 6 ടൈംസ് 2.36 എന്ന് കിട്ടും. അപ്പൊ 2.36 ആയിരിക്കും ഇതിന്റെ എന്ത്? മീൻ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി സോൾവ് ചെയ്താൽ മതി. എത്ര കിട്ടും? ഇനി ഡെസിമൽ വരുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന് എന്തായിട്ട് വരിക? 2 ഡെസിമൽ സ്ഥാനം മാറ്റുക. 260, 236, 180 അങ്ങനെ എടുത്താൽ മതി. ഈ 236 നിന്നും 260 പോകാൻ എത്ര ദൂരമുണ്ട്? 236 + 4, 240 + 20, 260. അപ്പൊ എത്ര കിട്ടും? 24 എന്ന് കിട്ടും. അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. ഇവിടെ 0.24 ഒക്കെ കൊണ്ട് മൈൻഡ് ചെയ്യണ്ട. ഇനി ഇവിടെ 236ഉം 180 20 കൂട്ടിയാൽ 200 വരും. പ്ലസ് 36 ഉണ്ട്. 20 + 36 56. അങ്ങനെ വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇങ്ങനെ ഡെസിമൽ വെച്ചുകൊണ്ട് നമ്മൾ എഴുതി ചെയ്യണം. എല്ലാം മൈൻഡിൽ തന്നെ ചെയ്യാം. ഇത് റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഡെസിമൽ വാല്യൂ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? എല്ലാത്തിനെയും കോമൺ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നുള്ള കൺസെപ്റ്റിൽ ഇത് 24ഉം 56ഉം ആകും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടും? 3. ഇവിടെ എത്ര കിട്ടും? 8. ആൻസർ എത്ര കിട്ടും? 8:3. കാരണം 8 × 7:3 അല്ലേ? 7:3 കിട്ടും. അതായത് 7 × 8 56ഉം 3 × 8 24ഉം കിട്ടും. 3 × 8 24. അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടി. അത് ഏത് റേഷ്യോയിലാണ് കിട്ടുന്നത്? ഇവിടെ ഗേൾസ് പറഞ്ഞു. ഗേൾസ് ഏത് റേഷ്യോ ആയിരുന്നു? 7 റേഷ്യോ. ഇവിടെ ബോയ്സ് പറഞ്ഞു. അത് ഏത് റേഷ്യോ ആയിരിക്കും? 3 റേഷ്യോ. അതായത് മുഴുവൻ എത്ര പേരുണ്ടോ ഇത് 2.60 റുപ്പീസ് പെർ നമ്പർ എന്നല്ലേ നമ്മൾ പറയുന്നത്. ഓരോ ഗേൾസിനും 2.60 റുപ്പീസ് എന്ന് പറയുന്നെങ്കിലും നമ്മൾ ആക്ച്വലി കറക്റ്റായിട്ട് പറയുമ്പോൾ 20 റുപ്പീസ് പെർ പേഴ്സൺ. അത്രയും രൂപ പെർ പേഴ്സൺ എന്നല്ലേ പറയുന്നത്. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആ രീതിയിൽ തന്നെ വായിക്കണം. അപ്പോൾ റുപ്പീസ് പെർ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിന്റെ റേഷ്യോയിലായിരിക്കും? പേഴ്സന്റെ റേഷ്യോയിലായിരിക്കും. എത്ര പേർ എണ്ണമായിരിക്കും നമുക്ക് റേഷ്യോ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 7:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിന്റെ എണ്ണമായിരിക്കും 7 റേഷ്യോ, ബോയ്സിന്റെ എണ്ണമായിരിക്കും 3 റേഷ്യോ. അപ്പൊ നമുക്ക് ആ നമ്പറിലേക്ക് തന്നെ എത്താം. എങ്കിൽ മൊത്തം എത്രയായി? രൂപയല്ല എന്റെ ഇത് ചെയ്യേണ്ടത്, നമ്പറിനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്പർ ആകുമ്പോൾ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 50 പേരുള്ളതിൽ മൊത്തം എത്രയായിട്ട് ഭാഗിച്ചാൽ? 10 ആയിട്ട് ഭാഗിച്ചാൽ. കാരണം 7 + 3 10 ആയിട്ട് ഭാഗിച്ചാൽ അതിൽ 7 പോർഷൻ ആയിരിക്കും ആര്? ഗേൾസ് എന്ന് പറയുന്നത്. എത്ര കിട്ടും? 5 × 7 35 കിട്ടും. ഇനി ബോയ്സ് ആണെങ്കിലോ സെയിം 50/10 × 3 എത്ര കിട്ടും? 15 കിട്ടും. അങ്ങനെ ഈ 15 ബോയ്സും 35 ഗേൾസും കൂടി ചേർന്നിട്ടാണ് ആ ക്ലാസ്സിൽ എത്ര പേര് വന്നത്? 50 ബോയ്സ് വന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എത്ര ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞത് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ പൈസ വെച്ചിട്ടല്ല, ഇവരുടെ നമ്പർ വെച്ചും ചെയ്യാം. അത് ഞാൻ പിന്നീട് വേറൊരു എക്സാമ്പിൾ പറയുമ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു തുടക്കം പറഞ്ഞുതരാം. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തോ. കാര്യം വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കി, ബോയ്സിന് ടോട്ടൽ ഒരു 118 റുപ്പീസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ 118 റുപ്പീസും ഈ ഇവിടെ ഉള്ള ഈ 50 പേരെന്ന് പറയുന്നില്ലേ, ഈ 50 ബോയ്സ് ആണെന്ന് വിചാരിക്കാം. ഈ 50 നമ്പറും ബോയ്സ് ആണെങ്കിൽ, ഈ മുഴുവൻ 50 പേരും ബോയ്സ് ആണെങ്കിൽ എത്ര വെച്ച് കിട്ടും? ബോയ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗേൾസ് അല്ലേ ആദ്യം പറഞ്ഞത്, ഗേൾസ് ആണെങ്കിൽ ഒരാൾക്ക് 2.60 വെച്ച് 50 × 2.60 രൂപ കിട്ടും. ഇനി ഈ 50 രൂപയും ഞാൻ ഈ ബോയ്സിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ എത്ര കിട്ടും? 50 × 1.80 ആയിരിക്കും ബോയ്സിന് കിട്ടുന്നത്. പക്ഷേ അവർക്ക് ഓവറോൾ എത്ര കിട്ടിയിട്ടുള്ളൂ? 118 റുപ്പീസേ കിട്ടിയിട്ടുള്ളൂ. എങ്കിൽ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ എത്ര കിട്ടും? 26 × 5. 26 × 5 എത്രയാ? 130 കിട്ടും. ഇവിടെ എത്രയാ? 18 × 5. 18 × 5 എത്ര കിട്ടും? 90 കിട്ടും. അപ്പം ബോയ്സിനാണെങ്കിൽ 90, ഗേൾസിനാണെങ്കിൽ 130. എങ്കിൽ അവർക്ക് ഓവറോൾ അവർക്ക് എത്ര കിട്ടിയേ? 118 റുപ്പീസാണ് കിട്ടിയത്. എങ്കിൽ ആവറേജ് എടുക്കുന്നു, അല്ല റേഷ്യോ എടുക്കുന്നു, എത്ര കിട്ടും? 130 - 118 എത്ര കിട്ടും? 2 + 10 12 കിട്ടും. ഇവിടെയോ 90 118 90 + 10 + 18 28 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? 7:3. 4 ഇവിടെ നമുക്ക് സെയിം എത്ര റേഷ്യോ തന്നെ കിട്ടും? 7:3 തന്നെ കിട്ടും. ഇതിപ്പോ നമുക്ക് ആ രണ്ട് രീതി നമുക്ക് ചെയ്യാം. എന്തായിരുന്നു? ഒന്നുകിൽ അവരുടെ ഇൻഡിവിജ്വൽ
കിട്ടുന്ന പൈസ വെച്ചും ചെയ്യാം. അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് മുഴുവൻ ഒരാൾക്ക് കിട്ടിയെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും, ബോയ്സ് ആണെങ്കിൽ എത്ര കിട്ടും, ഗേൾസ് ആണെങ്കിൽ എത്ര കിട്ടും. പക്ഷെ അവർക്ക് മൊത്തത്തിൽ അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, മൊത്തത്തിൽ എത്ര രൂപ കിട്ടി, മൊത്തത്തിൽ എത്ര കിട്ടി, 180 കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെയും ഒരു മെത്തേഡ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ രണ്ടാമത് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. ഇത് എങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ആ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം, ഒന്ന് നോട്ട് എഴുതി വെച്ചേക്കാം. ശരി, എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.